ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ എന്താ രാവിലെ അടുക്കളയിലോട്ട് വന്നിട്ട് അടുക്കള കതവൊക്കെ ഒന്ന് തുറക്കുകയാണ് കേട്ടോ. ഈ കതവ് തുറക്കുമ്പം ഒരു തണുപ്പുണ്ട്. ആ തണുപ്പും പിന്നെ അതാ ഇങ്ങനെ കാണുന്നൊരു വെട്ടവും ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ എറാത്ത കതവ് തുറക്കുന്നേക്കാളും ആദ്യമേ ഞാൻ അടുക്കള കതവാണ് കേട്ടോ തുറക്കുന്നത്. പിന്നെ അന്ന് നമ്മൾ ഉമ്മച്ചി എണ്ണി പറക്കുന്ന കണ്ടില്ലേ വീഡിയോയിൽ കുറേ പയർ. അത് ഞാൻ പാവിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ പൊടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ ഒരു ഷീറ്റൊക്കെ എടുത്ത് തന്നെ മണ്ടേ വെച്ചിട്ട് പോയി. അല്ലെങ്കിൽ അഥവാ മഴവെല്ലാം പെയ്താൽ മൊത്തം പോവും. എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ. ഒന്നാമത്തെ ശല്യം പന്നിയാണ്. പന്നി ചാക്കിൽ വെച്ചാൽ എവിടെ വെച്ചാലും അത് കുത്തി കീറി ഒരു പരുവാക്കും. അതുപോലെ കുറച്ച് തക്കാളി ഇതേപോലെ പാവി വെച്ചിട്ടുണ്ട്. ഭയങ്കര ടെൻഷനാണ് രാവിലെ ഈ പറഞ്ഞ കണക്ക് ഞാൻ കതവ് തുറന്ന് ആദ്യമേ അങ്ങോട്ടാണ് പോയി നോക്കുന്നത് എല്ലാം സേഫായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ എന്താ ഒന്നും പറയണ്ട, നമ്മളെ ഗ്യാസിൻ്റെ കാര്യം. ഗ്യാസ് തീർന്നുകൊണ്ട് മാമിയുടെ ഇന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് വന്നു. ഗ്യാസ് എടുത്തുകൊണ്ട് വന്ന പിറ്റേന്ന് തന്നെ മാമിയുടെ ഗ്യാസ് തീർന്നു. അപ്പോൾ പിന്നെ എന്താ കൊടുക്കാനാ, മാമിക്കാണെങ്കിൽ അവിടെ 2 കൊച്ചുങ്ങളെ സ്കൂളിൽ വിടണം. അപ്പോൾ പിന്നെ ഞാൻ ആ ഗ്യാസ് അങ്ങ് കൊടുത്തു വിട്ടു കേട്ടോ. കൊടുത്തു വിട്ടപ്പോൾ മാമി അവിടെ ഇരുന്ന് കറണ്ടെടുപ്പ് എനിക്കും കൊടുത്തു വിട്ടേ. ഇപ്പോൾ ഇതിനകത്താണ് പരിപാലനം. ഇന്നലെ മൊത്തവും വിറകടുപ്പിലായിരുന്നു. അപ്പോൾ ഇന്നലെ ചോറ് അരി കുറച്ചധികം ഇട്ട്. അപ്പോൾ ചോറുണ്ട്, അതുപോലെ ചിക്കൻ കറി ഇന്നലെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ ഒരു 1/2 ഗ്ലാസ് കടുംചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന ചിക്കൻ കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ചിക്കൻ കറി വെച്ചപ്പോഴേ മോള് പറഞ്ഞു ഉമ്മച്ചി നാളെ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും സ്കൂളിൽ തന്നു വിടണേന്ന്. അപ്പോൾ അത് അവൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഉമ്മച്ചിയിൽ നിന്ന് വാങ്ങിച്ചൊരു പാനാണ് കേട്ടോ. പക്ഷേ അത് ഈ സ്റ്റൗവിൽ അത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ചിക്കൻ കറി ചൂടാക്കിയ പാത്രം കറിയൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ കഴുകി എടുത്തിട്ട് അതിനകത്തോട്ട് തന്നെ ചപ്പാത്തി ചുടാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഒരു രക്ഷയില്ല, തൊട്ടിപ്പിടിച്ച് ആകെ കുളമായി. പിന്നെ ഞാൻ പൂരിയാക്കി കേട്ടോ. അത് നമ്മുടെ ഗ്യാസ് അടുപ്പ് ചൂടാവുന്ന കണക്ക് ഇത് ചൂടാവുന്നില്ല കേട്ടോ, ഹീറ്റ് കുറവാണ്. അപ്പോൾ പൂരി ചുട്ടെടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. ഈ ഗ്യാസൊക്കെ ഇല്ലെങ്കിൽ എന്തോ പാടെന്ന് പറ. നല്ല വിറകുണ്ടായിരുന്നെങ്കിൽ സാരമില്ല, നമുക്ക് വിറകടുപ്പ് കത്തിക്കാം. അതിപ്പോൾ വിറകുമില്ല. ക്യാമറ കണ്ടാൽ അവൾക്കുള്ള സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവളിതാ സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി വന്നിട്ട് പൂരിയൊക്കെ കഴിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള പൂരിയും കറിയൊക്കെ ഇതാ പാത്രത്തിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൊച്ചിതാ ഈ പറഞ്ഞ കണക്ക് ചൂടുവെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പച്ചവെള്ളത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ അവൾക്ക് കുപ്പിയിലോട്ട് പച്ചവെള്ളം പിടിച്ചെടുക്കുകയാണ് കേട്ടോ. ചില ഡോക്ടർമാർ പറയും പച്ചവെള്ളം കുടിക്കുന്നതാണ് നല്ലത്, ചില ഡോക്ടർമാർ പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഏതാണ് സത്യം എന്ന് അറിയാൻ വയ്യ. ഇപ്പോഴാണ് ഞാൻ എറാത്ത വാതിലൊക്കെ ഒന്ന് തുറന്നതേ. അപ്പോൾ ഈ ഊഞ്ഞാലിൻ്റെ മെത്ത എടുത്ത് രാത്രി നമ്മൾ അകത്തിടും കേട്ടോ, അല്ലെങ്കിൽ പൂച്ച പട്ടിയൊക്കെ ഭയങ്കര ശല്യമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ രാവിലെ എടുത്തിട്ടാണ് പിന്നെ ഇരുന്ന് ഇങ്ങനെ ആടുന്നത്. ഇതെടുത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും ഇതിൽ നിന്ന് ആടണം കേട്ടോ, എങ്കിലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ അതാ മോളെല്ലാം റെഡിയായിട്ട് അവൾ സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. അവൾക്ക് പിന്നെ ഉമ്മ ഒന്ന് അങ്ങെത്തുന്നവരെ തിരിഞ്ഞോക്കി ടാറ്റയെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 10:30 10:45 ടൈം ആവും കേട്ടോ. പിന്നെ ഇന്നലെ നമ്മുടെ ഫാമിലിയിലോട്ട് ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുറേ നാൾ കൂടി ഇന്നലെയാണ് കുറച്ച് സബ്ബൊക്കെ ഒന്ന് കയറിയത്. അപ്പം തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ.